ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിയർ സിമ്പിൾ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള നല്ലൊരു കിടിലൻ ഐറ്റമാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോയിൽ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 250 ഗ്രാം വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ കഴുകി ഇതിൻ്റെ മുകളിലത്തെ ഈർപ്പമൊക്കെ ഒന്ന് ഒരു ടവൽ യൂസ് ചെയ്ത് തുടച്ചെടുത്തിരിക്കുന്നതാണ്. ഇത് നമുക്ക് നീളത്തിലൊരു മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് നമുക്കൊരു പാന് ചൂടാവാനായിട്ട് വെക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് വെണ്ടയ്ക്ക നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വേണ്ടേ നമ്മുടെ വെണ്ടയ്ക്കയുടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ സെയിം പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് മുഴുവനായും പൊട്ടി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ ഉലുവയും 1/4 ടേബിൾ സ്പൂൺ അളവിൽ ജീരകവും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്ത് സവാളയുടെ കളറ് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. സവാള കളറ് മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാനൊരു 10 അല്ലി വെളുത്തുള്ളി നടുവേ കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഈ വെളുത്തുള്ളിയുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതിലുള്ള ജലാംശമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശേഷം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ ആ ഒരു വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മൾ വെണ്ടയ്ക്കയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ആ ഒരു മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ആയി പോകാൻ പാടില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ഇടയ്ക്ക് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ ഒരു ടൈമിൽ തന്നെ ഇതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേണ്ട ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഇതിന്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം മുകളിലായിട്ട് ഒരല്പം കറിവേപ്പില കൂടി വിതറി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വെണ്ടയ്ക്ക് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ ഒരു ഐറ്റം ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യുക. ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോസിനായിട്ട് നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.